ഈ ഇന്ത്യയിൽ നടക്കുന്ന ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന ഏറ്റവും നല്ല ഒരു അഗ്രികൾച്ചർ എക്സിബിഷനാണിത്. ഞാൻ കഴിഞ്ഞ തവണയും വന്നിരുന്നു, ഇത്തവണയും വന്നിട്ടുണ്ട്. ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ കാര്യങ്ങളും നൂതനമായിട്ടുള്ള ഇറിഗേഷൻ കാര്യങ്ങളും കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് വൻകിട മിഷനറികൾ വരെ, വളരെ ചെറുതു മുതൽ വളരെ വലിയ ഐറ്റംസ് വരെ ഈ എക്സിബിഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത് വളരെയധികം ഉപയോഗമാണ്. കർഷകർക്ക് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കർഷകർ ഇവിടെ വരികയും ഇത് കണ്ട് തിക്കും തിരക്കും കൂട്ടുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യമാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള എക്സിബിഷൻ ഈ കാർഷിക രംഗത്ത് വികസനത്തിന് വളരെ നല്ല ഉചിതമായ കാര്യമാണ്. നമുക്ക് വളരെ ഉപയോഗപ്രദമായ, വളരെ വേസ്റ്റായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ചകിരി, അതുപോലെ തന്നെ തെങ്ങിൻ്റെ പട്ടകൾ, അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് പാർട്ടിക്കിൾസ് ആക്കുകയും അത് കൃഷിക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ചകിരി നാരുകൾ കൊണ്ടുള്ള പാത്രങ്ങൾ, അതുപോലെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. കൃഷി രംഗത്ത് അത് തന്നെ എല്ലാ നൂതനമായ കാര്യങ്ങളാണ്. ഇറിഗേഷൻ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഇംപ്ലിമെൻസുകൾ, കാർഷിക ഇംപ്ലിമെൻസുകൾ വളരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെയുള്ള കൗണ്ടറുകൾ, ഷോപ്പുകൾ ഇവിടെയുണ്ട്. അധികം വിലയില്ല. നമുക്കൊരു 660 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികൾ ഡ്രസ് ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറികൾ, ചെറിയ ചെറിയ ടൂൾസ് വരെ നമുക്കിവിടെ ലഭ്യമാണ്. അത് വളരെ ക്വാളിറ്റി ഉള്ളതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇത്തവണയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ക്വാളിറ്റി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളവിടെ കിട്ടും, കിട്ടില്ല എന്നല്ല, എന്നിരുന്നാലും അത് കണ്ടെത്തുന്നതിന് വളരെ ശ്രമകരമാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും കിട്ടും. കൃഷിക്കാരന് എന്തിലാണോ ഒരു സൊല്യൂഷൻ വേണ്ടത്, പരിഹാരം വേണ്ടത്, ആ പരിഹാരം നമുക്കിവിടെ ലഭിക്കും. കേരളത്തിൽ നമുക്ക് ഇത്തരം മേളകൾ ഇതിൻ്റെ ഇത്ര വലിയ സംവിധാനത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിലും ചെറുതായിട്ട് നമുക്ക് ഒരു സർവേ നടത്തി ഇതിൽ ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കവിടെ നല്ലൊരു എക്സിബിഷൻ നടത്തണം. എല്ലാ വർഷവും സർക്കാർ അവരെ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. ഇവിടെ വന്ന് നമ്മൾ കണ്ട് പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് വളരെ ഉപയോഗപരമായ, കേരളത്തിലേക്ക് മാത്രം ഉപയോഗകരമായുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ നടപ്പിൽ വരുത്തിയാൽ വളരെ നന്നായിരിക്കും. ഈ കമ്പനികളെ നമ്മൾ അവിടേക്ക് ക്ഷണിച്ചാൽ ഇവർ വരാൻ തയ്യാറാണ്. വിദേശ കമ്പനികളായാലും തമിഴ്നാട് കമ്പനികളായാലും ഓൾ ഇന്ത്യ കമ്പനികൾ ഇവിടെയുണ്ട്. ഈ കമ്പനികളൊക്കെ നമുക്ക് അവിടേക്ക് പ്രത്യേകം ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്കിതവിടെ കേരളത്തിൽ തന്നെ കാണിക്കാൻ കഴിയും. ഒരുപാട് ആൾക്കാർ അവിടുന്ന് വരുന്നുണ്ട്, സൊസൈറ്റികൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ പരമാവധി ആൾക്കാരോട് പറയുന്നുണ്ട്, പക്ഷേ എത്ര ദൂരം അങ്ങോട്ട് വരണം. പക്ഷെ അവിടുത്തെ സാധാരണക്കാരനായ കർഷകർ ഇത് കണ്ടെത്താനോ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല. ഇത് അവിടെ ഒരു സംവിധാനം നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ ഉപയോഗപ്രദമായിരിക്കും.